So, good morning, students. In the last class, we were discussing the Middle English literature, in which we have studied the Trinity, അല്ലെ മൂന്ന് മെയിൻ ആയിട്ടുള്ള ലിറ്റററി ഫിഗേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആരൊക്കെയാണ്? ഒന്ന് വില്യം ലാംഗ്ലാൻഡ്, പിന്നെ ഒന്ന് ജെഫ്രി ചോസർ, അതുപോലെ ജോൺ ഗോവർ. ആൻഡ് വി കുഡിൻറ്റ് ഫിനിഷ് ദി മൊഡ്യൂൾ because there was some problem with the internet connection, and I have sent the PPTs in your group. So today we are going to start a new module, that is the transition from medieval age to the modern era. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ മിഡീവൽ കാലഘട്ടത്തിൽ നിന്നും മോഡേൺ കാലഘട്ടത്തിലേക്കുള്ള ഒരു ട്രാൻസിഷനെ കുറിച്ചാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് ട്യൂഡർ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ട്യൂഡർ ഡൈനാസ്റ്റിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ട്യൂഡർ ഡൈനാസ്റ്റി, അതുപോലെ ബാറ്റിൽ ഓഫ് ബോസ്വർത്ത് 1485 നടന്ന ബാറ്റിൽ ഓഫ് ബോസ്വർത്ത് എന്താണ്, പിന്നീട് എലിസബത്തൻ ഏജ് അല്ലെങ്കിൽ എലിസബത്തൻ എറ എന്താണ്, അതിലുണ്ടായിരുന്ന റിലീജിയസ് സെറ്റിൽമെൻറ്റ്സ് എന്തൊക്കെയാണ്, പിന്നീട് സ്പാനിഷ് അർമേഡ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്പാനിഷ് അർമേഡ എന്താണ്? അത് സ്പാനിഷ് അർമേഡ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ നേവൽ ഫ്ലീറ്റ്, ഒരു കപ്പലാണത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, പിന്നീട് മെർക്കൻറ്റലിസം എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ ട്രേഡിംഗ് കമ്പനീസ് എന്താണ്, അതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി യു മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് അല്ലെങ്കിൽ you must have at least read about East India Company. So all these things we will discuss one by one. So first we will discuss how did the Britain, or how did Britain transit, or it transformed from medieval ടു മോഡേൺ, അല്ലേ? ആ ട്രാൻസിഷൻ നടന്നത് എങ്ങനെയാണ്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും, അല്ലേ, പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി. എല്ലാ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് യൂറോപ്പ്, അതുപോലെ അവിടെയൊക്കെ പലതരത്തിൽ റിനൈസൻസ്, നവോത്ഥാനം, അതുപോലെ ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസ്, അല്ലെ? ജിയോഗ്രഫിക്കൽ ഡിസ്കവറീസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഇൻ 1487 ബർത്തലോമ്യോ ഡയസ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ, അല്ലേ, ഗുഡ് ഹോപ്പ് ഡിസ്കവർ ചെയ്യുന്നു. അതിനുശേഷം 1498 വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ് ഒക്കെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു 15th സെഞ്ച്വറി, അല്ലെ? ബിഗിനിങ് ആയിരുന്നു അതിൻ്റെയൊക്കെ. ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസിന് വേണ്ടി അവിടുത്തെ കിങ്സ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത ആളുകളെ, നാവിഗേറ്റേഴ്സിനെയൊക്കെ പറഞ്ഞയക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് മെയിൻ ഉദ്ദേശം എന്താണ്? പുതിയ ഏരിയ എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടുത്തെ റിസോഴ്സൊക്കെ പരമാവധി കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടുത്തെ സമ്പത്ത് കൈക്കലാക്കുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു ഉദ്ദേശം, അല്ലേ? റിസോഴ്സ് വേണ്ടിയിട്ടാണ് എപ്പോഴും മനുഷ്യൻ റിസോഴ്സിന് പിന്നാലെയാണ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നെ സ്റ്റേറ്റ്സ് ഉണ്ടാവാൻ തുടങ്ങി. ഇപ്പോൾ നാഷൻ സ്റ്റേറ്റ്സ് ഉണ്ടാവാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അവിടുത്തെ മൊണാർക്കുകൾ തന്നെയാണ്, അല്ലെങ്കിൽ മൊണാർക്കിയാണ്, അവിടുത്തെ രാജാക്കന്മാർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹെൻറി 7 എന്ന് പറയുന്ന ട്യൂഡർ ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് കിങ് അല്ലെങ്കിൽ ഫസ്റ്റ് റൂളർ, അതുപോലെ ഫ്രാൻസിലുണ്ടായിരുന്ന ലൂയിസ് 16, അതുപോലെ ഫ്രാൻസിസ് ഫസ്റ്റ് തുടങ്ങിയ റൂളേഴ്സൊക്കെ തന്നെയും തങ്ങളുടെ കീഴിലുള്ള, അല്ലെ, 15-ാം നൂറ്റാണ്ട് വരെയൊക്കെ രാജ്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നാഷൻ ഹുഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ലായിരുന്നു. അതുവരെ എംപയേഴ്സ് അല്ലെങ്കിൽ ഡൈനാസ്റ്റീസ് എന്ന് പറയുന്ന കൺസെപ്റ്റുകളാണ് ഉണ്ടായിരുന്നത്, അല്ലേ? ഒരു ഫുൾ ഫ്ലഡ്ജഡ് നേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ 15-ാം നൂറ്റാണ്ട്, 16-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്താണ് നാഷണലിസം അല്ലെങ്കിൽ നാഷൻ ഹുഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത് ആളുകൾക്ക്, യൂറോപ്പിൽ, ഇംഗ്ലണ്ടിൽ ഒക്കെ, അല്ലേ? അപ്പോൾ മെയിനായിട്ട് ഈ മൊണാർക്കുകൾ തന്നെയാണ് നാഷൻ സ്റ്റേറ്റ്സിൻ്റെ ഒരു എമർജൻസിന് അതിനൊരു കാരണക്കാരായ ആളുകൾ, അല്ലേ? ഈ സ്പെയിന്, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, അവിടുത്തെയൊക്കെ റൂളേഴ്സ്, അല്ലേ, തങ്ങളുടെ കീഴിലുള്ള ടെറിട്ടറീസിനെയൊക്കെ യൂണിഫൈ ചെയ്തുകൊണ്ട്, അപ്പോൾ ആളുകൾക്കിടയിലും അങ്ങനെ ഒരു ഫീലിംഗ് വന്നു തുടങ്ങി, നമുക്കൊക്കെ ഒരു രാജ്യമായി മാറണം, അല്ലേ? അങ്ങനെ നാഷണലിസം വന്നു തുടങ്ങി. സത്യത്തിൽ അതുവരെ ലോകം, അല്ലെ, വേൾഡ് യൂണിറ്റി എന്നുള്ളത് മാറി കുറച്ചുകൂടി നമ്മൾ ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽഫിഷായി, അല്ലേ? ഒന്നുകൂടി ചുരുങ്ങി. ലോകം മൊത്തത്തിലുണ്ടായിരുന്ന ലോകമേ തറവാട് എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ മാറി നമ്മൾ നാഷണലിസം, അല്ലേ, സ്വന്തം രാജ്യം എന്നതിലേക്ക് മാറി. പിന്നീട് കാലം മാറി രാജ്യം മാറി സ്റ്റേറ്റ് പറഞ്ഞ സംസ്ഥാനങ്ങളായി, അത് വീണ്ടും മുറിഞ്ഞ് പ്രൊവിൻസുകളായി, അങ്ങനെ റീജിയൻസായി. അപ്പോൾ അത് വീണ്ടും നമ്മൾ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്രോഡ് കൺസെപ്റ്റിനെ വീണ്ടും നാരോ ചെയ്ത് കൊണ്ടുവരികയാണ്, അല്ലേ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പലരും സ്വാർത്ഥരായി മാറിക്കൊണ്ടിരിക്കുക എന്നും പറയാം. അതിനെ ആ ഒരു വീക്ഷണത്തോടു കൂടി നമുക്ക് നോക്കിക്കാണാൻ പറ്റും. അപ്പോൾ
നമ്മളുടെ ടോപ്പിക്ക് മാറിപ്പോകണ്ട. അപ്പോൾ നമ്മൾ നാഷൻ സ്റ്റേറ്റ് അല്ലേ എമർജ് ചെയ്തു. അപ്പോൾ റിനൈസൻസ്, ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻസ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്, അതുപോലെ ഈ നാഷൻ സ്റ്റേറ്റിൻ്റെ എമർജൻസ്, ഇതൊക്കെ എന്തായി ഒരു മിഡീവൽ ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലെങ്കിൽ മിഡീവൽ പീരീഡിൽ നിന്ന് മോഡേൺ ഏജിലേക്കുള്ള ഒരു ട്രാൻസിഷന് വേണ്ടി അതിനെ ബൂസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ അതിനെ എന്താ പറയുക അതിനുള്ള ഒരു ഇംപെറ്റസ് ആയിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്യൂഡർ ഡൈനാസ്റ്റിയെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു ഇതിന് മുന്നത്തെ 2 മൊഡ്യൂളുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചു ഇംഗ്ലീഷ് അല്ലെ ബ്രിട്ടീഷ് ഐലൻഡ്സിൽ ഉണ്ടായിരുന്ന അല്ലെ ആളുകളെക്കുറിച്ച്, ആരൊക്കെ സെൽറ്റുകൾ, റോമൻസ്, ആംഗ്ലോ സാക്സൺസ്, അതുപോലെ വൈക്കിങ്സ്, നോർമൻസ് ഒക്കെ. അപ്പോൾ ഇവരൊക്കെ പല സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നിന്നും ഫ്രാൻസിൽ നിന്നും അതുപോലെ സെൻട്രൽ യൂറോപ്പിൽ നിന്നൊക്കെ ഇംഗ്ലണ്ടിൽ വന്ന് ഇൻഹാബിറ്റ് ചെയ്ത് കുറച്ചു കാലം, ചിലവർ കുറേ കൂടുതൽ കാലം ഇൻഹാബിറ്റ് ചെയ്ത് അവരുടേതായ കൾച്ചർ അവിടെ കൊണ്ടുവന്ന് അതൊക്കെ ഇൻ്റർമിങ്കിളായി രൂപപ്പെട്ട ഒരു കൾച്ചറാണ് ഇംഗ്ലീഷിൻ്റെ കൾച്ചർ. അല്ലാതെ ഇംഗ്ലീഷിന് സ്വന്തമായിട്ട് അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നും വന്ന, ജർമ്മനിയിൽ നിന്ന് വന്ന ട്രൈബുകളും അതുപോലെ ഫ്രാൻസിൽ നിന്ന് വന്ന ആളുകളും സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നിന്ന് വന്ന ആളുകളുടെ ഒക്കെ ഒരു മിക്സിങ് നടന്ന ഒരു സ്ഥലമാണ്, ഒരു റീജിയനാണ് ബ്രിട്ടീഷ് ഐലൻഡ് അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ആ ഒരു ഏരിയ അല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾ പറഞ്ഞു ട്യൂഡർ ഡൈനാസ്റ്റിയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 1485 മുതൽ 1603 വരെയാണ്. 1485 മുതൽ 1603 വരെയാണ് ട്യൂഡർ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റിയുടെ കാലയളവ്. അപ്പോൾ അതിൽ ഇറ്റ് വാസ് എ സീരീസ് ഓഫ് കിങ്സ് ആൻഡ് ക്യൂൻസ്, ഒരുപാട് കിങ്സും ക്യൂൻസും ഉള്ള ഒരു സംഭവമാണ് ഈ ട്യൂഡർ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് കിങ് എന്ന് പറയുന്നത് ഹെൻറി 7 ആണ്. ട്യൂഡർ ഡൈനാസ്റ്റിയിലെ ഫസ്റ്റ് കിങ്ങിൻ്റെ പേരാണ് ഹെൻറി 7. അതിലെ ലാസ്റ്റ് ക്യൂനായിരുന്നു ആര്? എലിസബത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എലിസബത്ത് ഫസ്റ്റിന് ശേഷം എലിസബത്ത് ഫസ്റ്റ് അൺമാരിഡ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് നാച്ചുറലായിട്ട് ഹയേഴ്സ് ആരുമില്ല, പിന്തുടർച്ചക്കാർ ആരുമില്ല. അതുകൊണ്ട് തന്നെ സ്കോട്ട്ലൻഡിലെ ജെയിംസ് ഫസ്റ്റ് സ്റ്റുവർട്ട് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ ഒരു ഡൈനാസ്റ്റി ട്യൂഡർ ഡൈനാസ്റ്റി ഓവർത്രോ ചെയ്തുകൊണ്ട് 1603 ശേഷം സ്ഥാപിച്ചു. നമ്മൾ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് 1485 ഈ ട്യൂഡർ ഡൈനാസ്റ്റി സ്ഥാപിക്കപ്പെടുന്നത്? പെട്ടെന്നൊരു ദിവസം വന്ന് സ്ഥാപിക്കുകയാണോ? അല്ല. അതിന് മുന്നേ തന്നെ വേ ബാക്ക് ഇൻ 1455 ഇംഗ്ലണ്ട് വിറ്റ്നസ്ഡ് സീരീസ് ഓഫ് സിവിൽ വാർ. ഏകദേശം 30 വർഷം നീണ്ടു നിൽക്കുന്ന സിവിൽ വാറുകൾ ഉണ്ടായി. എങ്ങനെ? 1455 മുതൽ 1485 വരെ അല്ലേ. ദ വേർഡ് എ സീരീസ് ഓഫ് സിവിൽ വാർ. അപ്പോൾ ഈ വാർ എന്ന് പറയുന്നത് എന്താണ്? വാർ ഓഫ് ദി റോസസ് എന്ന് നമ്മൾ വിളിക്കും അല്ലേ, വാർ ഓഫ് ദി റോസസ്. അപ്പോൾ എന്താണ് റോസ് എന്ന് പറഞ്ഞാൽ? സാധാ റോസാപ്പൂ എന്നുള്ള അർത്ഥമല്ല, അതൊരു ഫാമിലി നെയിമാണ്. വൈറ്റ് റോസ് അതുപോലെ റെഡ് റോസ് എന്നീ രണ്ട് ഫാമിലികൾ അല്ലെങ്കിൽ 2 ടെറിട്ടറീസ്, 2 മേഖലകളിലെ ആളുകൾ തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ യുദ്ധം അല്ലെങ്കിൽ വാർ എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു കാര്യം എന്താണ്? അതെപ്പോഴും പവറിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വാറിൻ്റെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ അല്ലെങ്കിൽ അല്ലേ, പവറാണ് അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. അതുപോലെ അതിന് മുൻപുണ്ടായിരുന്ന റൂളേഴ്സൊക്കെ ഇൻകോമ്പിറ്റൻ്റ് ആയതുകൊണ്ടും അതുപോലെ എക്കണോമി ഒക്കെ ആകെ തകർന്നടിഞ്ഞതുകൊണ്ടും അവിടെ അവരുടെ ഇടയിൽ അല്ലെ ഈ നൊബിലിറ്റീസിൻ്റെ ഇടയിലും മൊണാർക്കിൻ്റെ ഇടയിലും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ 2 ഏരിയ, ഒന്ന് ലാങ്കസ്റ്റർ എന്ന് പറയുന്നത് റെഡ് റോസ് ഫാമിലി, അതായത് ഹെൻറി ട്യൂഡർ എന്ന് പറയുന്ന ആളുടെ കീഴിലുള്ള ലാങ്കസ്റ്റർ ഫാമിലിയും അതുപോലെ യോർക്ക് YORKS യോർക്സ് എന്ന് പറയുന്ന റിച്ചാർഡ് 3യുടെ കീഴിലുണ്ടായിരുന്ന യോർക്ക് ഫാമിലിയും തമ്മിൽ ആയിരുന്നു മെയിനായിട്ടുള്ള യുദ്ധം. അപ്പോൾ സിവിൽ വാർ ഞാൻ പറഞ്ഞു 30 ഇയേഴ്സ് നീണ്ടു നിൽക്കുന്ന 1455 മുതൽ 1485 വരെ 30 ഇയേഴ്സ് ഓഫ് ലോങ് സിവിൽ വാർ ആയിരുന്നു. അപ്പോൾ അതിൽ ഈ സിവിൽ വാറുകളുടെ ഏറ്റവും അവസാനത്തെ വാറാണ് ബാറ്റിൽ ഓഫ് ബോസ്വർത്ത്, BOSWORTH, ബാറ്റിൽ ഓഫ് ബോസ്വർത്ത് ഫീൽഡ് എന്നും പറയും. അപ്പോൾ ഈ ബോസ്വർത്ത് ഫീൽഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഈ ബാറ്റിൽ ഓഫ് ബോസ്വർത്ത് ഹാസ് എൻഡഡ് ദ 30 ഇയേഴ്സ് ഓഫ് സിവിൽ വാർ അല്ലെ. 30 കൊല്ലം നീണ്ടു നിന്ന സിവിൽ വാർ അവസാനിപ്പിച്ച ഏറ്റവും അവസാനത്തെ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബോസ്വർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാറ്റിൽ ഓഫ് ബോസ്വർത്തിൽ എന്തുണ്ടായി? ലാങ്കസ്റ്റർ ഏരിയയിലെ അല്ലെങ്കിൽ അല്ലെ അവിടുത്തെ ഹെൻറി ട്യൂഡർ എന്ന് പറയുന്ന ആ കിങ് അല്ലെങ്കിൽ അന്ന് കിങ് അല്ല, അന്ന് മൊണാർക്ക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു? ഈ യോർക്കിലെ റിച്ചാർഡ് 3യെ പരാജയപ്പെടുത്തിക്കൊണ്ട് ട്യൂഡർ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. 1485 എന്ത് ചെയ്തു? ട്യൂഡർ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ
അപ്പോൾ നമ്മൾ പറഞ്ഞു ട്യൂഡർ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലേ, ഹെൻറി സെവൻ. അങ്ങനെ ഹെൻറി സെവൻ്റെ സക്സസേഴ്സ് ആയിട്ട് വരുന്ന ആളുകളാണ് ഹെൻറി എയ്റ്റ്. ഹെൻറി എയ്റ്റിന് 3 മക്കളുണ്ടായിരുന്നു. അതിൽ ഒന്ന് മേരി, ഒന്ന് എലിസബത്ത് ഫസ്റ്റ്, അവരെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എലിസബത്ത് എറ എന്ന് പറഞ്ഞ് പഠിക്കാൻ പോകുന്നത്. പിന്നീട് എഡ്വേർഡ് സിക്സ്. ഓക്കെ, എഡ്വേർഡ് സിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് മെയിനായിട്ടുള്ള റൂളേഴ്സ് എന്ന് പറയുന്നത് ഏതിലെ, ട്യൂഡർ ഡൈനാസ്റ്റിയിലെ മെയിനായിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എലിസബത്ത് ഇറ നമ്മൾ ഭാവിയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് പറയുന്നത്? ബിക്കോസ് ഷീ റൂൾഡ് ഫോർ അറൗണ്ട് 45 ഇയേഴ്സ്, 45 കൊല്ലം. ഈ ട്യൂഡർ ഡൈനാസ്റ്റിയിലെ ലോങ്ങസ്റ്റ് സെർവിങ് ക്യൂൻ ആണ് ആര്, ക്യൂൻ എലിസബത്ത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗോൾഡൻ ഏജ്, നമുക്ക് ട്യൂഡർ ഡൈനാസ്റ്റിയിലെ ഒരു ഗോൾഡൻ ഏജ് ആണ് എന്ത്, ക്യൂൻ എലിസബത്തിൻ്റെ ഇറ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വാർ ഓഫ് റോസസ് നമ്മൾ പറഞ്ഞു 1455 മുതൽ 1485 വരെയുള്ള 30 വർഷക്കാലമാണ് വാർ ഓഫ് റോസസ് നടന്നത്. അതിൻ്റെ അവസാനത്തെ ബാറ്റിലായിരുന്നു ബാറ്റിൽ ഓഫ് ബോസ്വർത്ത് ഫീൽഡ്. അതിൽ ഹെൻറി ട്യൂഡർ റിച്ചാർഡ് III പരാജയപ്പെടുത്തി. അങ്ങനെ ട്യൂഡർ ഡൈനാസ്റ്റി സ്ഥാപിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഹെൻറി സെവൻ്റെ മകനായിരുന്നു ഹെൻറി എയ്റ്റ് എന്ന് പറഞ്ഞു. ഹെൻറി സെവൻ്റെ സക്സസറാണ് ഹെൻറി എയ്റ്റ്. അപ്പോൾ ഹെൻറി എയ്റ്റിന് 6 ഭാര്യമാരായിരുന്നു. അപ്പോൾ ഈ 6 ഭാര്യമാരിലായിട്ട് മക്കളുണ്ട്. അവരുടെ മക്കൾ ഓരോരുത്തരുമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മേരി ഫസ്റ്റ്, അതുപോലെ എലിസബത്ത്, എഡ്വേർഡ് സിക്സ് എന്ന് പറയുന്ന ആളുകളൊക്കെ. അപ്പോൾ ഈ ഹെൻറി എയ്റ്റ് ആദ്യം വിവാഹം ചെയ്തത് ഹെൻറി എയ്റ്റിൻ്റെ തന്നെ സഹോദരനുണ്ട് ആർത്തർ മരിച്ചു, യുദ്ധത്തിൽ മരിച്ചു. അപ്പോൾ ആർത്തറുടെ ഭാര്യയുണ്ട് കാത്തറിൻ ഓഫ് ആർഗോൺ എന്ന് പറയുന്നവർ, അവരുടെ പേരാണ് കാത്തറിൻ ഓഫ് ആർഗോൺ. അപ്പോൾ അവരെ വിവാഹം ചെയ്തു. അപ്പോൾ അവരിലുള്ള മകളാണ് മേരി എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ ആ കാലഘട്ടത്തിൽ എന്താണ്, പെൺകുട്ടികൾ എന്താണ് ലീഡർഷിപ്പിന് നല്ല ക്വാളിറ്റിയുള്ള ആളുകളല്ല എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടല്ലേ, ആളുകളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണയാണ് സ്ത്രീകൾക്ക് ലീഡർഷിപ്പ് ആവാൻ കഴിയില്ല. അതുകൊണ്ട് അതേ വിശ്വാസം തന്നെയായിരുന്നു ഹെൻറി എയ്റ്റിനും ഉണ്ടായിരുന്നത്. മകളാണ് ഉള്ളത്, അപ്പം മകൾക്ക് എന്തായാലും തൻ്റെ കിരീട അവകാശിയായിട്ട് മാറാനുള്ള അർഹതയില്ലെന്ന് കരുതി. അങ്ങനെ പക്ഷെ അപ്പോഴേക്കും എന്തായി, ഈ കാത്തറിൻ ഓഫ് ആർഗോൺ പ്രായമായി. പിന്നീട് ഒരു ഗർഭം ധരിക്കാനുള്ള ഒരു വയസ്സല്ല അവർക്ക് പ്രായമായി. സോ വാട്ട് ഹെൻറി എയ്റ്റ് ഡിഡ്, ഹി വെൻറ്റ് ടു പോപ്പിനോട് പറഞ്ഞു, ഈ മേരി ഫസ്റ്റാണ് എനിക്ക് ഡോട്ടറാണ്, അപ്പോൾ എനിക്ക് മൈ വൈഫ് ഈസ് നോ മോർ, ഷീ കനോട്ട് കൺസീവ് എനിമോർ അല്ലേ, അവർക്ക് ഇനി കൺസീവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് ഇനി ഗർഭം ധരിക്കാൻ പറ്റില്ല, ഐ വാണ്ട് ഡിവോഴ്സ് എന്ന് പറഞ്ഞു പോപ്പിനോട് പോയിട്ട് അല്ലേ. അപ്പോൾ പോപ്പ് എന്ത് ചെയ്തു, പോപ്പ് അത് റെഫ്യൂസ് ചെയ്തു. പോപ്പ് പറഞ്ഞു അത് ശരിയാവില്ല, നിങ്ങൾക്ക് അങ്ങനെ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഹെൻറി എയ്റ്റിനോട്. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ 1534 പീരീഡ്. അപ്പോൾ 1534 ഹെൻറി എയ്റ്റ് എന്ത് ചെയ്തു, ഒരു ആക്ട് ഓഫ് സുപ്രീമസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് അങ്ങ് പാസ്സാക്കി. അത് എന്തിനാണ്, ഇൻ ഓർഡർ ടു കർട്ടൈൽ ദി പവർ ഓഫ് പോപ്പ് ആൻഡ് ദി ചർച്ച്, അതായത് ചർച്ചും പോപ്പിൻ്റെയും പവർ കർട്ടൈൽ ചെയ്യാൻ വേണ്ടി. എന്താണ് കാരണം, പോപ്പിന് എന്താ അവകാശമാണ്, എനിക്ക് ഡൈവോഴ്സ് അനുവദിക്കില്ല, അല്ലെങ്കിൽ ഹെൻറി എയ്റ്റായ ഞാനാണ് മൊണാർക്ക് അല്ലേ, ഹെൻറി എയ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ മൊണാർക്കാണ്, അപ്പോൾ പോപ്പ് എന്നെക്കാളും വലിയ അതോറിറ്റിയായി മാറുന്നുണ്ടെന്നുള്ള പേടിയുണ്ട് അദ്ദേഹം ആക്ട് ഓഫ് സുപ്രീമസി എന്ന് പറയുന്ന ഒരു ആക്ട് 1534 പുറപ്പെടുവിച്ചു. അപ്പോൾ ഈ 1534 ആക്ട് ഓഫ് സുപ്രീമസി എന്താ പറയുന്നത്, ഇൻ വിച്ച് ഹെൻറി എയ്റ്റ് അസ്യൂംഡ് ഹിംസെൽഫ് ആസ് ദി സുപ്രീം ഹെഡ് ഓഫ് ദി ചർച്ച്, അതായത് ചർച്ചിൻ്റെ ഹെഡ് ഹെൻറി എയ്റ്റ് അല്ലെങ്കിൽ മൊണാർക്കാണ്, ഞാനാണെന്നുള്ളത് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു. അങ്ങനെ ക്ലർജിയുടെയും പോപ്പിൻ്റെയും ഒക്കെ പവർ അങ്ങ് വെട്ടിക്കുറച്ചു അദ്ദേഹം. അങ്ങനെ ഹെൻറി എയ്റ്റ് പോപ്പിൻ്റെ പവർ ഡിസ്കാർഡ് ചെയ്യുകയും, അങ്ങനെ അദ്ദേഹം കാത്തലിക് ആയിരുന്ന ഹെൻറി എയ്റ്റ് പിന്നീട് പ്രൊട്ടസ്റ്റൻ്റ് ചായ്വ് വന്നു. കാരണം കാത്തലിക്കായിട്ടുള്ള പോപ്പ് തന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല, അപ്പോൾ എന്തുകൊണ്ട് ഞാൻ കാത്തലിക്കായി തന്നെ നിലനിൽക്കണമെന്ന് ഹെൻറി എയ്റ്റിന് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ഹെൻറി എയ്റ്റ് പോപ്പിൻ്റെ എതിരെ മുകളിലായിട്ട് ആക്ട് ഓഫ് സുപ്രീമസി പാസ്സാക്കി. അങ്ങനെ അദ്ദേഹം പ്രൊട്ടസ്റ്റൻ്റ് ആയി മാറി. അങ്ങനെ അതിനെ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹം ഞാൻ പറഞ്ഞു കാതറിൻ ഓഫ് ആർഗണ് മേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആൺ തന്നെ വേണം. അപ്പോൾ അദ്ദേഹം വീണ്ടും അടുത്ത വിവാഹം ചെയ്തു. ആൻ ഓഫ് ബൊളിൻ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു, ആൻ ഓഫ് ബൊളിൻ. അപ്പോൾ ആൻ ബൊളിൻ എന്ന് പറയുന്ന അവർക്കും ഒരു ഡോട്ടറാണ്, ഒരു പെൺകുട്ടിയാണ് ഉണ്ടായത്, എലിസബത്ത്. ആ എലിസബത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന എലിസബത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. പിന്നീട് അപ്പോൾ എലിസബത്താണ് ഉണ്ടായത്, പെൺകുട്ടിയാണ്. പിന്നീട്
സെയ്മോർ അല്ലേ, ജെയിൻ സെയ്മോർ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വീണ്ടും വിവാഹം ചെയ്തു. ആര്? ഹെൻറി എയ്റ്റ്. അപ്പോൾ അതിലൊരു ആൺകുട്ടി ഉണ്ടായി, എഡ്വേർഡ് സിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹെൻറി എയ്റ്റിന് സമാധാനമായി, കാരണം തനിക്ക് ഹയറായിട്ടൊരു ആൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹെൻറി എയ്റ്റ് എഡ്വേർഡ് സിക്സിനെ എന്ത് ചെയ്തു? കിരീടാവകാശിയായി അവരോധിച്ചു. അപ്പോൾ പക്ഷേ ഹി വാസ് ഓൺലി 9 years ഓൾഡ് വെൻ ഹി ബിക്കെയിം. എഡ്വേർഡ് സിക്സ് കിങ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് വെറും 9 വയസ്സായിരുന്നു പ്രായം. അങ്ങനെ ഇദ്ദേഹം ജനിച്ച കാലം മുതലേ തന്നെ ഇദ്ദേഹം വളരെയധികം എന്താ പറയുക, ഫിസിക്കലി ഇല്ലായിരുന്നു, പലതരത്തിലുള്ള രോഗങ്ങളും കാര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ എഡ്വേർഡ് സിക്സും പ്രൊട്ടസ്റ്റൻറ്റിൻ്റെ വളരെയധികം വലിയൊരു സപ്പോർട്ടറായിരുന്നു. കാരണം ഓൾറെഡി എഡ്വേർഡ് സിക്സിൻ്റെ പിതാവ് ഹെൻറി എയ്റ്റ് പ്രൊട്ടസ്റ്റൻറ്റിലേക്ക് വന്നു, കാരണം പോപ്പ് തന്നെ സഹായിച്ചില്ല. അപ്പോൾ കാത്തലിക് ഇതൊക്കെ വിട്ട് പ്രൊട്ടസ്റ്റൻറ്റിലേക്ക് വന്നു. അപ്പോൾ ഒബ്വിയസ്ലി എഡ്വേർഡ് സിക്സും പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നു അല്ലേ. അങ്ങനെ എഡ്വേർഡ് സിക്സിന് തൻ്റെ സക്സസറായിട്ട് എന്താണ് മേരി, അല്ല മേരി ഞാൻ പറഞ്ഞു, മേരി എന്ന് പറയുന്നത് ഹെൻറി എയ്റ്റിൻ്റെ മകളാണ്, ഒരു മകളാണ്. അപ്പോൾ മേരി ഒരിക്കലും വരാൻ പാടില്ല, കാരണം മേരി ഒരു കാത്തലിക് വിശ്വാസിയായിരുന്നു. അതെന്തുകൊണ്ടാണ്? കാരണം മേരിയുടെ അമ്മ ചിലപ്പോൾ ഒരുപക്ഷെ കാത്തലിക് വിശ്വാസി ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്ത് വന്നതായിരിക്കാം. അപ്പോൾ മേരി ഫസ്റ്റ് എന്ന് പറയുന്നത് കാത്തലിക് ആയിരുന്നു. അപ്പം എഡ്വേർഡ് സിക്സിന് തോന്നിയ ഒരിക്കലും മേരി വരാൻ പാടില്ല, കാരണം എഡ്വേർഡ് സിക്സ് പ്രൊട്ടസ്റ്റൻ്റ് ആണ്, മേരി ഫസ്റ്റ് കാത്തലിക് ആണ്. അപ്പോൾ മേരി ഫസ്റ്റ് ഒരിക്കലും റൂളിൽ വരാൻ പാടില്ല എന്ന് എഡ്വേർഡിന് മനസ്സിലായി. അങ്ങനെ എഡ്വേർഡ് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കസിൻ സിസ്റ്ററെ കിരീടാവകാശിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ കസിൻ സിസ്റ്റർ ആരാ? ലേഡി ജെയിൻ ഗ്രെയിൻ എന്ന് പറയുന്ന ഒരു ആളെ അവർ കസിൻ സിസ്റ്ററാണ് ആരുടെ? എഡ്വേർഡ് സിക്സിൻ്റെ. അപ്പോൾ അവരെ റൂളറായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ അവർക്ക് ആകെ 9 ദിവസമേ റൂൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായുള്ളൂ. സോ ഷീ ഈസ് ഓൾസോ നോൺ ആസ് 9 days ക്യൂൻ. 9 ദിവസത്തെ ക്യൂൻ എന്നറിയപ്പെടുന്ന ആളാണ് ആര്? ലേഡി ജെയിൻ ഗ്രേ എന്ന് പറയുന്നവർ. അപ്പോൾ അതിനുശേഷം പിന്നീട് നിവൃത്തിയില്ല, പിന്നീട് മേരി ഫസ്റ്റ് തന്നെ റൂളറായി വന്നു. ഓക്കെ, അതിനുശേഷം മേരി ഫസ്റ്റ് തന്നെ റൂളറായി വന്നു. അപ്പോൾ മേരി ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഷീ വാസ് എ ആർഡൻ ബിലീവർ ഓഫ് കാത്തലിസിസം അല്ലെ. കാത്തലിക്കിൽ വളരെയധികം വളരെ എന്താ പറയുക വിശ്വാസമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു? മേരി, ഈ പ്രൊട്ടസ്റ്റൻറ്റുകാരായിരുന്നല്ലോ ഇവർ, അപ്പോൾ ഇവരെയൊക്കെ പലരെയും ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യിച്ചു, കാത്തലിക്സ് ആക്കി. അങ്ങനെ പല പ്രൊട്ടസ്റ്റൻറ്റുകാരെയും ഇവർ കത്തിച്ചു, ജീവനോടെ കത്തിച്ചു. അങ്ങനെ മേരിയെ ബ്ലഡി മേരി എന്നുള്ളൊരു പേര് കിട്ടി മേരിക്ക്, ബ്ലഡി മേരി. കാരണം പ്രൊട്ടസ്റ്റൻറ്റുകാരെ അത്രയും അധികം പെർസിക്യൂട്ട് ചെയ്തു ആര്? മേരി, ക്യൂൻ മേരി എന്ന് പറയുന്നവർ. അപ്പോൾ പിന്നെ ക്യൂൻ മേരിക്ക് ശേഷം വന്ന ആളാണ് ആര്? ക്യൂൻ എലിസബത്ത്. അവർ പ്രൊട്ടസ്റ്റൻറ്റുകാരിയായിരുന്നു. അപ്പോൾ ഇനി ക്യൂൻ എലിസബത്തിൻ്റെ കീഴിലും നമുക്ക് എന്ത് വരുന്നുണ്ട്? ആക്ട് ഓഫ് സുപ്രീമസിയും വരുന്നുണ്ട്, ആക്ട് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറയുന്ന ആക്ടും. അത് 1559 നമ്മൾ മുന്നേ ഒരു ആക്ട് ഓഫ് സുപ്രീമസി പറഞ്ഞു. അത് ആരുടെ കാലഘട്ടത്തിലാണ്? ഹെൻറി എയ്റ്റിൻ്റെ കാലഘട്ടത്തിലാണ്. ഇത് അതേ കൺസെപ്റ്റ് അത് തന്നെയാണ്, പക്ഷേ ഇത് എലിസബത്തിൻ്റെ കീഴിലാണ്. കാരണം മേരി കാത്തലിക് ആയിരുന്നു, പിന്നീട് വന്ന എലിസബത്ത് പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ തിരിച്ച് പ്രൊട്ടസ്റ്റൻറ്റുകാരെ തന്നെ ഗവൺമെൻറ്റിൽ എടുക്കാൻ എലിസബത്തിനൊരു എന്തായാലും ഒരു ചായ്വുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ട് ഓഫ് സുപ്രീമസി, ആക്ട് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറയുന്ന 2 ലോസ് 1559 എലിസബത്ത് പുറപ്പെടുവിക്കുന്നുണ്ട്. അത് നമ്മൾ വി വിൽ ഡിസ്കസ് ദാറ്റ് ഇൻ ദി കമ്മിങ് ക്ലാസ്, ഇൻ ദി എലിസബത്തൻ ഏജ് അല്ലെങ്കിൽ എലിസബത്തൻ ഇറയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി എന്തൊക്കെയാണ് നമ്മൾ ബാറ്റിൽ ഓഫ് ബോസ്വർത്ത് പറഞ്ഞു അല്ലേ, എന്താണ് 30 years ഓഫ് സിവിൽ വാർ അല്ലേ, 30 കൊല്ലത്തെ വാർ ഓഫ് ദി റോസസ് എൻഡ് ചെയ്ത അവസാനത്തെ ബാറ്റിലാണ് 1485 ബാറ്റിൽ ഓഫ് ബോസ്വർത്ത് എന്ന് പറയുന്ന, ബോസ്വർത്ത് ഫീൽഡ് എന്ന് പറയുന്ന ബാറ്റിൽ. ഇനി വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ട്യൂഡർ ഡൈനാസ്റ്റി? എന്തൊക്കെയാണ് ട്യൂഡർ ഡൈനാസ്റ്റിയുടെ ഫീച്ചേഴ്സ്? ഇതിൽ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ട്യൂഡർ ഡൈനാസ്റ്റിയിലെ ഹെൻറി 7 പറഞ്ഞു അല്ലേ. അപ്പോൾ ഹെൻറി 7 തീരെ അക്കാലത്തുണ്ടായിരുന്ന നൊബിലിറ്റിയുമായിട്ട് വളരെ ഒരു നല്ല ബന്ധമായിരുന്നില്ല. നൊബിലിറ്റി അല്ലെങ്കിൽ ഫ്യൂഡലിസം എന്ന് പറയുന്നത് കിങ്ങിനെ ഒരു പാരലൽ ഗവൺമെൻറ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊക്കെ ഒരു പേടിയായിരുന്നു ആർക്ക്? ഹെൻറി 7. അപ്പോൾ അങ്ങനെ ഹെൻറി 7 പലതരത്തിൽ അതിനെ ചെറുക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഓർഡറുകളൊക്കെ പുറത്തിറക്കി. അതിലൊന്നാണ് കോർട്ട് ഓഫ് ദി സ്റ്റാർ ചേംബർ എന്ന് പറയുന്നത്. കോർട്ട് ഓഫ് ദി സ്റ്റാർ ചേംബർ എന്ന് പറയുന്നത് നൊബിലിറ്റി അല്ലെങ്കിൽ നൊബിലിറ്റിയെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ബാരൻസ് എന്ന് നമ്മൾ മുന്നേ പഠിച്ചു, മാടമ്പിമാർ, അവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് കോർട്ട് ഓഫ് ദി സ്റ്റാർ ചേംബർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഹെൻറി 7 പുറപ്പെടുവിച്ചിരുന്നു. അപ്പോൾ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് എന്താണ്? വെൻ ദ ട്യൂഡർ ഡൈനാസ്റ്റി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ഇറ ഓഫ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലെ. പുതിയൊരു പീസ്
സമാധാനപരമായിട്ടുള്ള പീസ് ആൻഡ് പ്രോസ്പെരിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ്. പുതിയൊരു ഒരു എന്താ പറയുക, പുതിയൊരു ഫോർമാറ്റ് തന്നെ ട്യൂഡർ ഡൈനാസ്റ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി നിലവിൽ വന്നു. പിന്നെ ട്യൂഡർ ഡൈനാസ്റ്റി വന്നതോടുകൂടി ഇറ്റ് അഡ്വക്കേറ്റഡ് അല്ലെങ്കിൽ ഇറ്റ് പ്രൊമോട്ടഡ് എ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ. കാരണം സിവിൽ വാറുകളൊക്കെ അവസാനിച്ചു, പിന്നീട് ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ വന്നു, അല്ലെ, ഇംഗ്ലണ്ട് മൊത്തത്തിൽ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ വന്നു. സോ ദർ വാസ് എ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇംഗ്ലണ്ട്. പിന്നെ ബിഫോർ ട്യൂഡേഴ്സ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് യൂറോപ്യൻ പവേഴ്സിനിടയിൽ അത്ര വലിയൊരു ശക്തിയൊന്നും അല്ലായിരുന്നു. പക്ഷേ ആഫ്റ്റർ ട്യൂഡർ, ബൈ ദി എൻഡ് ഓഫ് ദി ട്യൂഡർ ഡൈനാസ്റ്റി, ഇംഗ്ലണ്ട് became very powerful, or it became one of the major powers in the European among the European countries. അല്ലെ, യൂറോപ്യൻ കൺട്രീസിൽ വളരെ മേജർ ആയിട്ടുള്ള ഒരു പവറായിട്ട് മാറി, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പവേഴ്സ് ആയിട്ട് മാറി. ഇതൊക്കെ ട്യൂഡർ ഡൈനാസ്റ്റിയുടെ ഹെൽപ്പ് കൊണ്ടാണ്. ഇനി ഫ്യൂഡൽ ലോർഡ്സ് ഞാൻ പറഞ്ഞു. ഫ്യൂഡൽ ലോർഡ്സ് എന്ന് പറയുന്നത് ദേ വർ വെരി പവർഫുൾ ആൻഡ് ദേ ആക്റ്റഡ് ആസ് പാരലൽ ഗവൺമെൻറ്റ്സ്, അല്ലേ. അങ്ങനെ ട്യൂഡേഴ്സ് എന്ത് ചെയ്തു? ട്യൂഡർ ഡൈനാസ്റ്റി കർട്ടൈൽഡ് ദ പവർ ഓഫ് നൊബിലിറ്റി, അല്ലെ, നൊബിലിറ്റിയുടെ പവർ പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അതിനുവേണ്ടി പല ആക്റ്റുകൾ ഞാൻ പറഞ്ഞു, കോർട്ട് ഓഫ് സ്റ്റാർ ചേംബർ എന്നു അങ്ങനത്തെ പലതരത്തിലുള്ള ഇതും കൊണ്ടുവന്നു, അല്ലേ. അങ്ങനെ ക്ലർജിയെയും പോപ്പിനെയൊക്കെ എന്താ പറയുക, അവരുടെ കൺട്രോൾ, സ്റ്റേറ്റിൻ്റെ കൺട്രോളിലാക്കി മാറ്റി ട്യൂഡേഴ്സ്, അല്ലേ. അങ്ങനെ പിന്നീട് ഇംഗ്ലീഷ് പാർലമെൻറ്റിൻ്റെ സ്റ്റാറ്റസ് വളരെയധികം ഉയർത്തി. ട്യൂഡർ ഡൈനാസ്റ്റി വന്നതോടെ ദ സ്റ്റാറ്റസ് ഓഫ് പാർലമെൻറ്റ് വാസ് റേസ്ഡ്, അല്ലേ. പിന്നെ പലതരത്തിലുള്ള സോഷ്യൽ റിഫോംസുകൾ കൊണ്ടുവന്നു. എന്തൊക്കെയാണ്? ഹെൽപ്ഡ് ടു റീഹാബിലിറ്റേറ്റ് ദി അൺഎംപ്ലോയിഡ് ആൻഡ് ദി ബെഗേഴ്സ്, അതായത് പാവപ്പെട്ടവനെയും ജോലിയില്ലാത്തവരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള പലതരത്തിലുള്ള സോഷ്യൽ റിഫോമേഴ്സ് ട്യൂഡർ ഡൈനാസ്റ്റിയിലുള്ള റൂളേഴ്സ് കൊണ്ടുവന്നു. അതേപോലെ പാർലമെൻറ്റ് കൂടുതലും എന്താ പറയുക, ഇറ്റ് ബിക്കെയിം ദ സിമ്പൽ ഓഫ് മൊണാർക്കിക്കൽ സൊവറനിറ്റി എന്ന് പറയും. അതായത് രാജകീയ പരമാധികാരത്തിൻ്റെ ഒരു സിമ്പലായിട്ട് പാർലമെൻറ്റ് മാറി. പിന്നെ ഒരു പുതിയ സ്ട്രോങ് നേവൽ ഫോഴ്സ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നേവൽ ഫോഴ്സ് വന്നു. അങ്ങനെ പലതരത്തിൽ മൊത്തത്തിൽ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് തന്നെ എല്ലാ ആസ്പെക്റ്റിലും ഉണ്ടായി ട്യൂഡർ ഡൈനാസ്റ്റി വന്നതോടുകൂടി. അങ്ങനെ പിന്നെ അബണ്ടൻസ് ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ, അല്ലെ, അതുപോലെ ഡ്രാമാസ്, സ്കൾപ്ചേഴ്സ്, ഇതൊക്കെ നമ്മൾ ഈ ഏജിൽ വന്ന പ്രത്യേകതകളാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ട്യൂഡർ ഡൈനാസ്റ്റിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റും അതിൻ്റെ ഫീച്ചേഴ്സും. നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുകയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി ഈ ട്യൂഡർ ഡൈനാസ്റ്റി വന്നതോടുകൂടി, അല്ലേ, നമ്മൾ പഴയ ഫ്യൂഡലിസം അത് ഒക്കെ ഡിക്ലൈൻ ചെയ്ത് നൊബിലിറ്റി മാറി, പുതിയൊരു റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് എ ന്യൂ മിഡിൽ ക്ലാസ് നമ്മൾ കാണുകയാണ്. കാരണം ഞാൻ പറഞ്ഞു, ഹെൻറി 7 എന്ന് പറയുന്ന റൂളർ, അല്ലെങ്കിൽ അവരുടെ പിന്തുടർച്ചക്കാരൊക്കെ തന്നെ വളരെ ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ദേ ഓൾവേസ് എൻകറേജ്ഡ് ട്രേഡ്, കൊമേഴ്സ്, ഷിപ്പിംഗ്, നാവിഗേഷൻ, ഇതൊക്കെ വളരെയധികം പ്രൊമോട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു പുതിയ ക്ലാസ്, അല്ലെ, പുതിയൊരു മോഡേൺ മിഡിൽ ക്ലാസ് രൂപപ്പെട്ടു. ലോയേഴ്സ്, ട്രേഡേഴ്സ്, മെർച്ചൻസ്, അങ്ങനെ പലതരത്തിലുള്ള ആളുകളുടെ ഒരു പുതിയൊരു ക്ലാസ്, വെൽത്തി, എഡ്യൂക്കേറ്റഡ്, ഇൻ്റലക്ച്വൽ ക്ലാസ് വാസ് എമേർജ്ഡ്, ആൻഡ് ദ ഓൾഡ് ഫ്യൂഡൽ നൊബിലിറ്റി വാസ് ഗ്രാജുവലി ഡിസപ്പിയറിങ്, ആൻഡ് ദിസ് ന്യൂ, അല്ലെ, പുതിയൊരു മിഡിൽ ക്ലാസ് എമേർജ് ചെയ്യുന്നു. അതും ഇതിൻ്റെ ട്യൂഡർ ഡൈനാസ്റ്റിയുടെ അവസാനത്തുണ്ടായ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഈ പറഞ്ഞ ഈ പുതിയ മിഡിൽ ക്ലാസ് എന്തായി? ദേ ബിക്കെയിം ദി ബാക്ക് ബോൺ ഓഫ് ദി, അല്ലെ, ഇംഗ്ലണ്ടിൻ്റെ ബാക്ക് ബോണായി മാറി. ഇംഗ്ലണ്ടിൻ്റെ മെർച്ചൻ്റ്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ പൊതുവെയുള്ള ഒരു എക്കോണമിയെ തന്നെ നിയന്ത്രിക്കാൻ ഉതകുന്ന തരത്തിലേക്ക് അവിടുത്തെ മിഡിൽ ക്ലാസ് മാറി. അത്തരത്തിൽ ഒരു ഇതായി മാറുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ മിഡിൽ ക്ലാസ് ആണ് പിന്നീട് അരിസ്റ്റോക്രസി, അല്ലെങ്കിൽ അരിസ്റ്റോക്രാറ്റ്സ് എന്ന് പറയും, നമ്മൾ ഭരണവർഗ്ഗം, അല്ലേ. അവർ പിന്നീട് വന്ന ലേറ്റർ സെഞ്ച്വറീസിൽ ദീസ് മിഡിൽ ക്ലാസ് വേർ ഗ്രാജുവലി ചേഞ്ച്ഡ് ഇൻ ടു ദി അരിസ്റ്റോക്രാറ്റ്സ്, അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ട്യൂഡർ ഡൈനാസ്റ്റിയും അതിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ പറയുകയാണെങ്കിൽ. അപ്പോൾ ട്യൂഡർ ഡൈനാസ്റ്റിയുടെ അവസാനം അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പറയുന്നത് ഒരു പോയിൻ്റാണ് ഡിക്ലൈൻ ഓഫ് നൊബിലിറ്റി, അല്ലെങ്കിൽ ഫ്യൂഡലിസം, ആൻഡ് ദി റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് എ ന്യൂ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. ഇനിയുള്ള കമ്മിങ് ടോപ്പിക്സിൽ വി വിൽ ബി ഡിസ്കസിങ് ദി എലിസബത്തൻ ഏജ്, ദെൻ ദി സ്പാനിഷ് അർമേഡ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഓവർസീസ് ട്രേഡ്, എക്സെട്ര. സോ ഈ കാര്യങ്ങൾ നന്നായിട്ട് നോക്കി പഠിക്കുക. ഇതിൽ പഠിക്കാനുള്ളത് ഒന്ന് ബാറ്റിൽ ഓഫ് ബോസ്വർത്ത് 1345 പിന്നെ ട്യൂഡർ ഡൈനാസ്റ്റി, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ട്യൂഡർ ഡൈനാസ്റ്റി, അതിൽ പിന്നീട് ഫീച്ചേഴ്സ് ഓഫ് ട്യൂഡർ ഡൈനാസ്റ്റി ഞാനിപ്പോൾ പറഞ്ഞു.
പിന്നെ ഇനി എലിസബത്തിന് ഇനി ആക്ട് ഓഫ് സുപ്രീമസിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആക്ട് ഓഫ് സുപ്രീമസി എന്ന് പറയുന്നത് ഹെൻറി 8 ഓൾറെഡി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷേ എലിസബത്ത് അത് പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ട്യൂഡർ പീരീഡ് എന്ന് പറയുന്നത് റിലീജിയസ് അൺസർട്ടനിറ്റിയുടെ ഒരു പീരീഡാണ് അല്ലേ. മതപരമായി നോക്കുകയാണെങ്കിൽ ആദ്യം വന്ന ഹെൻറി 7ഉം ഹെൻറി 8ഉം പ്രൊട്ടസ്റ്റൻറ്റുകാരാണ് അല്ലേ. എങ്ങനെയാണ് പ്രൊട്ടസ്റ്റൻറ്റുകാരായി മാറിയത്? ഹെൻറി 8 എങ്ങനെയാണ് പ്രൊട്ടസ്റ്റൻറ്റുകാരനായി മാറിയത്? തൻ്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാൻ സമ്മതിക്കാതെ വരികയും പോപ്പിനോടുള്ള പ്രതിഷേധപരമായിട്ട് അല്ലേ, പോപ്പിൻ്റെ കൺട്രോൾ വെട്ടിക്കുറച്ചുകൊണ്ട് അല്ലേ ആക്ട് ഓഫ് സുപ്രീമസി എന്ന് പറഞ്ഞ് പാസ്സാക്കി അദ്ദേഹത്തെ ഹെൻറി 8നെ സുപ്രീം ഹെഡ് ഓഫ് ദി ചർച്ചാക്കി അദ്ദേഹം സ്വയം അവരോധിച്ചു. അങ്ങനെ അദ്ദേഹം പ്രൊട്ടസ്റ്റൻ്റായി മാറി. അദ്ദേഹത്തിൻ്റെ 3 മക്കളിൽ മേരി പക്ഷേ കാത്തലിക് ആയിരുന്നു, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എലിസബത്ത് പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഈ കാത്തലിക് വന്നതുകൊണ്ടാണ് മേരി അവിടെ ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റൻ്റ് ഫോളോവേഴ്സിനെയൊക്കെ പലരെയും വളരെ അട്രോഷ്യസ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ചെയ്തു. അങ്ങനെ ബ്ലഡി മേരി എന്നുള്ള ഒരു പേര് സമ്പാദിച്ചു. പിന്നീട് എലിസബത്ത് വീണ്ടും പ്രൊട്ടസ്റ്റൻ്റായി ആംഗ്ലിക്കൻ ചർച്ചൊക്കെ സ്ഥാപിച്ച് അങ്ങനെ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ എലിസബത്തൻ ഇറയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതൊക്കെ പഠിക്കും. നമ്മളിതിൻ്റെ എന്താ പറയുക, ഈ ട്യൂഡർ ഡൈനാസ്റ്റിയിൽ അവസാനത്തെ റൂളറാണ് ക്യൂനാണ് ക്യൂൻ എലിസബത്ത്. അപ്പോൾ ക്യൂൻ എലിസബത്തിൻ്റെ പീരീഡ് ആക്ച്വലി ഇംഗ്ലണ്ടിലൊരു ഗോൾഡൻ ഏജ് എന്ന് പറയാം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും ക്ലാസ്സാണ് നമുക്ക് ഏകദേശം ഈ തുടക്കത്തിലുള്ള ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി എലിസബത്തൻ ഏജ് അതുപോലെ സ്പാനിഷ് അർമേഡ തുടങ്ങിയ ടോപ്പിക്കുകൾ വരും ക്ലാസ്സുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, feel free to ask. As I always say, if you have any queries you can ask. Thank you.